ഇനി ഇതിൽ മറ്റൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലൻ തയ്യിബൻ എന്ന് പ്രയോഗിച്ചിടത്തുനിന്ന് മനസ്സിലാക്കുവാനുള്ളതാണ്. നമ്മൾ ഹലാൽ എന്ത് എന്ന് മനസ്സിലാക്കി, അത്തയ്യിബ് എന്നതെന്ത് എന്നും മനസ്സിലാക്കി, അതിനിടയിലുള്ള വ്യത്യാസവും മനസ്സിലാക്കി. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു മസ്അല, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഹലാലുമായി ബന്ധപ്പെട്ടാണ്. ഒരു തിരുമൊഴി ഇപ്രകാരമുണ്ട്, മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ വമാ ഹറമ ഫഹുവ ഹറാമുൻ വമാ സകത അൻഹു ഫഹുവ ആഫിയ ഫഖ്ബലൂ മിനല്ലാഹി ആഫിയതഹു ഫഇന്നല്ലാഹ ലം യകുൻ നസിയ. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി, അല്ലാഹു തൻ്റെ കിതാബിൽ അനുവദിച്ചതെല്ലാം ഫഹുവ ഹലാൽ, അത് ഹലാലാകുന്നു. വമാ ഹറമ ഫഹുവ ഹറാം, ഹറാമാക്കിയതെല്ലാം ഹറാമുമാകുന്നു. വമാ സകത അൻഹു ഫഹുവ ആഫിയ, അല്ലാഹു മൗനം ദീക്ഷിച്ചത് ആഫിയത്താകുന്നു. ഫഖ്ബലൂ മിനല്ലാഹി ആഫിയതഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവൻ്റെ ആഫിയത്ത് നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ ഇളവുള്ള വിഷയമാണ്. മാത്രമല്ല അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഖ്യവും രക്ഷയും നിശ്ചയിച്ചിട്ടുള്ള കാര്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹലാലാക്കിയതും ത്വയ്യിബാക്കിയതും അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് വിലങ്ങിയ നിഷിദ്ധമാക്കിയ ഒരു വിഭാഗത്തിൻ്റെ പേരിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. തുടക്കത്തിൽ നമ്മൾ ആ വിഷയം വിശദമായി മനസ്സിലാക്കി. അനുവദനീയമായ വിശുദ്ധവും വിശിഷ്ടവുമായ വസ്തുക്കൾ, കാരക്കയും പാൽക്കട്ടിയും കാലികളും കാർഷിക ഉൽപ്പന്നങ്ങളും തുടങ്ങി പലതും നിഷിദ്ധമാക്കിയ ഒരു കൂട്ടർ മുശ്രിക്കുകളിലുണ്ടായിരുന്നു. അവർ ഭക്ഷിക്കുമായിരുന്നില്ല, സവാരി ചെയ്യുമായിരുന്നില്ല, മറ്റു ഉപയോഗങ്ങൾ എടുക്കുമായിരുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് അവർ തങ്ങൾക്ക് ഹറാമാക്കി എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മോട് പറയുന്നത് കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, ഹലാലും തയ്യിബുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണ്. ഈ ആയത്തിറങ്ങിയത് ഏതൊരു വിഭാഗം ആളുകളുടെ വിഷയത്തിലാണോ അവരെ പോലെ ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും നിങ്ങൾ തുനിയരുത് എന്ന ബോധനം വ്യംഗ്യമായി ഈ വചനം ഉൾക്കൊള്ളുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രാമാണികർ അത് പ്രത്യേകം ഉണർത്തിയിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അപരാധമാണ് ദീനുൽ ഇസ്ലാമിൽ. യൂസുഫ് ഇബ്നു മാഹിക് അൽ ഫാരിസി അൽ മക്കി ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ യൂസുഫ് ഇബ്നു മാഹിക് ഇബ്നു ബുഹ്സാദ് അൽ ഫാരിസി അൽ മക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനൊക്കെ കേട്ടുപഠിച്ച ഒരു മഹാനാണ്. അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻ്റെ അടുക്കൽ ഒരു അറാബി ആഗതനായി. എന്നിട്ട് ഇബ്നു അബ്ബാസിനോട് അയാൾ പറയുന്നത്, ഇന്നി ജഅൽതു ഇംറഅതി ഹറാമൻ, ഞാൻ എൻ്റെ ഭാര്യയെ ഹറാമാക്കിയിരിക്കുന്നു. ഹലാലായ ഭാര്യയെ അയാൾ ഹറാമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അയാളോട് പറഞ്ഞു, ലൈസത്ത് അലൈക ബി ഹറാം, ഭാര്യ ഒരിക്കലും നിങ്ങൾക്ക് ഹറാമല്ല, അങ്ങനെ ഹറാമാക്കാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ അറാബി ഇബ്നു അബ്ബാസിനോട് ഖാല അറഅയ്ത ഖൗലല്ലാഹി തആല കുല്ലു തആമി കാന ഹില്ല ലിബനി ഇസ്രായീല ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സി. ഇബ്നു അബ്ബാസ്, അള്ളാഹുവിൻ്റെ ഈ വാക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അള്ളാഹു പറഞ്ഞത്? എല്ലാ ഭക്ഷണ വസ്തുക്കളും ഇസ്രായേല്യർക്ക് ഹലാലായിരുന്നു. ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സി, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഹറാമാക്കിയത് ഒഴികെ. ഇവിടെ ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് നിഷിദ്ധമാക്കിയത് ഒഴികെ എന്നുള്ളിടത്ത് ഈ അറാബി മനസ്സിലാക്കിയത് ഓരോരുത്തർക്കും തങ്ങൾക്ക് അനുവദനീയമായത് ഹറാമാക്കാം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് തർക്കിക്കുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കാര്യം പറഞ്ഞു കൊടുത്തു. ഇന്ന ഇസ്രായീല കാന ബിഹി ഇർഖുൻ നസ, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൽ ഇർഖുൻ നസ എന്ന രോഗമുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഊരയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രത്യേകതരം വേദനയും രോഗവുമാണ് ഈ ഇർഖുൻ നസ. ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാന യശ്തകി ഇർഖൻ നസ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അസുഖം ആവലാതിപ്പെട്ടിരുന്നു. അദ്ദേഹം മരിദ മർദൻ ഷദീദൻ, വലിയ ഒരു രോഗത്തിന് അടിപ്പെട്ടു. വതാല സഖമുഹു, ആ രോഗം അത് കുറെ കാലം തുടർന്നു. അപ്പം അദ്ദേഹം ഫനദറ ലില്ലാഹി നദറൻ ലഇൻ ശഫാഉല്ലാഹ് മിൻ സഖമിഹി, അള്ളാഹ്ക്ക് ഒരു നേർച്ച നേർന്നു, രോഗത്തിൽ നിന്ന് അള്ളാഹു ശിഫ തരുകയാണ് എങ്കിൽ ലയുഹർരിമന്ന അഹബ്ബ ശറാബി ഇലൈഹി വ അഹബ്ബ തആമി ഇലൈഹി, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയവും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും തനിക്ക് വിലങ്ങുമെന്ന്, നിഷിദ്ധമാക്കുമെന്ന്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ലുഹ്മാനുൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ മാംസവും ഇഷ്ടപ്പെട്ട പാനീയം അൽബാനുഹ, ഒട്ടകത്തിൻ്റെ പാലുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നേർച്ചയെ തുടർന്ന്
തനിക്കത് വിലങ്ങുകയുണ്ടായത്. ആ ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇക്കാര്യം ഈ അറാബിയെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വലൈസത് ബിഹറാമിൻ യാനി അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് ഒരിക്കലും ഈ മാംസം ഇത് ഹറാമല്ല, ഒട്ടകത്തിൻ്റെ പാലും ഹറാമല്ല. അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അളവിൽ അന്ന് പ്രത്യേകമുണ്ടായ ഒരു വിഷയമാണ് എന്ന്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഹലാലാക്കിയ തൻ്റെ ഭാര്യയെ ഈ അറാബി തനിക്ക് ഹറാമാക്കിയിരിക്കുകയാണ് ഈ ആയത്ത് ഓതിയിട്ട് അയാൾ മനസ്സിലാക്കിയതിനനുസരിച്ച്. അതാണ് അയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തർക്കിക്കുന്നത്. ഈ അറാബി ചെയ്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ പാടുള്ളതല്ല, പടച്ച റബ്ബ് ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ പാടില്ലാത്തതുപോലെ. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന വചനം അവതീർണമായത് അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കി, അതും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ചു പുലർത്തി അവിശ്വാസ ജഡിലമായ ആദർശം കൊണ്ടു നടന്ന് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ തങ്ങൾക്ക് അനുവദനീയമായിരുന്ന വിശുദ്ധമായിരുന്ന പലതിനെയും നിഷിദ്ധമാക്കിയപ്പോൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ് ഇതിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. നമ്മൾ പറഞ്ഞു, ഈ ആയത്തിലെ കൽപ്പന അത് വുജൂബിനോ ഇബാഹത്തിനോ മാത്രമല്ല, അത് തൗബീഖിന് കൂടിയാണ് എന്ന്. കുലു, നിങ്ങൾ തിന്നോളിയും എന്ന് നിർബന്ധിക്കുകയല്ല, നിങ്ങൾ തിന്നോളൂ എന്ന് അനുവദിക്കുകയുമല്ല. പ്രത്യുത തൗബീഖാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് യഥേഷ്ടമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമാക്കിയത് ധാരാളമാണ്. അനുവദനീയവും വിശിഷ്ടവുമായിട്ടും എന്തിനാണ് തങ്ങൾക്ക് നിഷിദ്ധമാക്കി ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത്, ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾ തിന്നോളിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തി കൽപ്പിക്കുകയാണ് ഇവിടെ. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഈ ആയത്തിനെ തഫ്സീർ ചെയ്തപ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.